കുരിശുമണി അടിച്ചല്ലോ, പണി തീർന്നുമില്ല. ആ, ബാക്കി പിന്നെ ചെയ്യാം. ഉണ്ണിമോളെ വാ, കുരിശുമണി അടിച്ചു. പപ്പായെ വിളിക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ കുരിശുമണി അടിച്ചേ? പ്രാർത്ഥിക്കാൻ സമയമായെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന കുരിശുമണി അടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണമെന്ന് അതിന്റെ അർത്ഥം. ഉണ്ണിമോള് ചെന്ന് പപ്പായെ വിളിക്ക്. പപ്പ വരുവാ, കുരിശ വയ്ക്കാതായി. പപ്പ വന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം, അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം. അമ്മേ, ഉണ്ണിമോൾക്കുള്ള വചനം ഇപ്പൊ പഠിപ്പിക്കാം. നിനക്ക് വലിയ ഉത്സാഹമാണല്ലോ. നല്ല ശൈല പപ്പ, എനിക്ക് ഇഷ്ടവാ. ഇന്ന് അപ്പ പഠിപ്പിക്കാം, അമ്മയ്ക്ക് ഒത്തിരി ജോലിയില്ലേ. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശയ്യ 49:16. 16.